അത് പിന്നെ ഡോക്ടറെ, ഉള്ള കാര്യം ഞാൻ അങ്ങ് പറയാം. മാളവികയും ഡോക്ടറും ടൂർ കഴിഞ്ഞ് സ്ഥലത്തെത്തിയോന്ന് അറിയാൻ വേണ്ടി അരുൺ പറഞ്ഞിട്ടാ ഞങ്ങൾ അന്ന് കള്ളം പറഞ്ഞ് വീട്ടിൽ വന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ അരുൺ ഭാസ്കർ തന്നെ ആയിരുന്നല്ലേ? ആരായിരുന്നു ആ സീനിൽ സാംകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ സഹനടി? അത് പിന്നെ റീന വിൻസെന്റ് ആയിരുന്നു. മാളവികയ്ക്കും ഡോക്ടർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങള് അങ്ങനെ ഒരു കള്ളപ്പേര് സെറ്റ് ചെയ്ത് വന്നത്. ഞങ്ങൾ തിരിച്ചു വന്നു എന്നറിഞ്ഞിട്ട് എന്തായിരുന്നു തന്റെ ഫ്രണ്ടിന്റെ ഉദ്ദേശം? അതിനെക്കുറിച്ചൊന്നും അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഡോക്ടർ. അത് വെറുതെ. അല്ല ഡോക്ടർ, സത്യമായിട്ടും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാന്നാ അരുൺ പറഞ്ഞത്. എന്നിട്ട് പിന്നെ അതേപ്പറ്റിയൊന്നും കൂട്ടുകാരൻ ഡീറ്റെയിൽ ആയിട്ട് തന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല ഡോക്ടർ, സത്യമായിട്ടും പറഞ്ഞില്ല. ഇത് ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എന്തായാലും തന്റെ ഫ്രണ്ടിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ എനിക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. നമ്മുടെ അരുൺ സാറിന് അതിന്റെ സമ്മാനം ഞാൻ നേരിട്ട് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. എന്നാ സാംസാർ പൊയ്ക്കോ. ഇതുപോലെ അഭിനയിക്കാൻ വല്ലാതെ കൊതിമുട്ടി നിൽക്കുമ്പോൾ വെറൈറ്റി വേഷങ്ങളുമായിട്ട് ഇനിയും വരണം കേട്ടോ. വേണമെങ്കിൽ കൂട്ടത്തിൽ ഞാനും കൂടാം. ലൊക്കേഷൻ ഒന്ന് മാറ്റിപ്പിടിക്കാം. തന്റെ വീട്ടിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് ആവാം. എന്താ? ഇല്ല ഡോക്ടർ, ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല. സോറി, എക്സ്ട്രീംലി സോറി. ഓക്കെ. മാളു എവിടെ? അവളെ വിളിച്ചില്ലേ? ഞാൻ കൊറേ പ്രാവശ്യം വിളിച്ചതാ. മാളു ദാ വരുന്നു. എന്താ മാളു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. ഇരിക്കെ. എന്താ മാളു, നിനക്കെന്താ സുഖമില്ലേ? എന്താന്നറിയില്ല അമ്മേ, ഒരു ക്ഷീണം പോലെ. അത് നേരാമണ്ണം വല്ലതും കഴിക്കാഞ്ഞിട്ടാ. ആരെങ്കിലും നിർബന്ധിച്ചാലേ ഇപ്പൊ ശാപ്പാടിറങ്ങത്തുള്ളൂ. മാളു, എന്തു പറ്റി? എന്താ? എന്തു പറ്റി? എനിക്കെന്റെ സ്മെല്ല് പിടിക്കുന്നില്ല അമ്മേ. അശ്വതി, ഇങ്ങ് വന്നേ. ബാ. വാ മോളെ. അവിടെ ഇരിക്കും. അശ്വതി, ഇത് വേറെ കുഴപ്പം കൊണ്ടുള്ള മനം പുരട്ടലൊന്നും അല്ല. മോക്ക് വിശേഷമായെന്ന് തോന്നുന്നു. നീ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ. സംശയിക്കാനൊന്നുമില്ല, ഇതത് തന്നെ. ഹലോ അശ്വതി. ടീച്ചർ എവിടെയാ? വീട്ടിലുണ്ടോ? ഉണ്ടല്ലോ അശ്വതി. എന്താ വിളിച്ചത്? അത് പിന്നെ ഒരു ചെറിയ വിശേഷം ഉണ്ടായി. വിശേഷമോ? എന്ത് വിശേഷം? സംഗതി അങ്ങനെ ഉറപ്പായിട്ടൊന്നുമില്ല, എന്നാലും ടീച്ചറോടായതുകൊണ്ട് പറയാലോ. എന്താ അശ്വതി, ഇങ്ങനെ സസ്പെൻസ് ഇല്ലാത്ത കാര്യം പറ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരുന്നപ്പോ മാളു ഒന്ന് വോമിറ്റ് ചെയ്തു. ലക്ഷണം കണ്ടിട്ട് വിശേഷം ഉണ്ടെന്ന് അമ്മ പറയുന്നത്. എനിക്കും അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു ടീച്ചറെ. നേരാണോ അശ്വതി? നേരാണോന്ന് ചോദിച്ചാ
അങ്ങനെ ആവാനൊരു സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. വിശേഷമുണ്ടെന്ന് അമ്മ കട്ടായം പറയുക. അവക്ക് മുഖത്തൊക്കെ ഒരു വിളർച്ച പോലെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മാളുവിന് പനിയോ തലവേദനയോ ഒന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? അവക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. രാവിലെ ആഹാരത്തിന്റെ മണം കേട്ടപ്പോഴാ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായത്. എങ്കിൽ പിന്നെ ഇന്ദിരാമ്മ പറഞ്ഞു തന്നെ ആയിരിക്കും കാര്യം. മൈ ജീസസ്, താങ്ക് ഗോഡ്. ജോബിനില്ലേ അവിടെ? ഉണ്ടുണ്ട്, അവൻ ഇവിടെ തന്നെയുണ്ട്. ആ, ഞാനൊരു കാര്യം ചെയ്യാം അശ്വതി, അവനെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യണം. അതിന് ജോബിന് ഇവിടേക്ക് വരുമോ? അതെന്താ അവന് വന്നാല്? അല്ല, മാളുമായിട്ട്. എന്റെ അശ്വതി, കുടുംബത്തൊരു നല്ല കാര്യം നടക്കുമ്പോഴാണോ പിള്ളേരുടെ സൗന്ദര്യ പിണക്കം? അവരുടെ പിണക്കമെല്ലാം ഇതോടെ അങ്ങ് തീർന്നോളൂ എന്നേ. അതിങ്ങനെ സന്തോഷമായി തീരാൻ ദൈവം തമ്പുരാനായിട്ട് ഇങ്ങനൊരവസരം ഉണ്ടാക്കിയതാവും. ആ, ചിലപ്പോ അങ്ങനെയും ആവാം. ഏതായാലും ഞാൻ ഉടനെ ജോബിനെ അങ്ങോട്ട് വിടാം. അശ്വതി മാളുവിനോട് റെഡിയാകാൻ പറ. ശരി. എന്താ മമ്മി, എന്താ കാര്യം? അതെ, നീ വേഗം മാളുവിന്റെ വീട്ടിലേക്ക് ചെല്ല്. കാര്യമൊക്കെ അവിടെ ചെല്ലുമ്പോ മനസ്സിലായിക്കോളൂ. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കാര്യം എന്താണെന്നറിയാതെ ഞാനെന്തിനാ അവിടെ പോകുന്നത്? കാര്യം അറിഞ്ഞാലേ നീ അവിടെ പോകൂ. എന്നാ കേട്ടോ, ഞാനേ ഒരു വല്യമ്മച്ചിയാകാൻ പോവാ. വല്യമ്മച്ചിയോ? ഓ, ഇവിടെ പൊട്ടൻ ഡോക്ടറെ, കർത്താവ് തമ്പുരാൻ എനിക്കൊരു പേരക്കുട്ടിയെ തരാൻ പോകുന്നു. മനസ്സിലായോ? അതായത് എന്റെ മോനൊരു അച്ഛനാകാൻ പോകുന്നു. ഇപ്പം മനസ്സിലായോ? അല്ല, മമ്മിയുടെ അശ്വതി ആന്റിയാണോ പറഞ്ഞത്? കൺഫേം ചെയ്തോ? കൺഫേം ചെയ്യാൻ അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാനാ നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. എന്താ ജോബിൽ നീ ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നത്? വേഗം പോയിട്ട് വാ. മമ്മി, ഞാൻ പോയാ അത് ശരിയാവോ? എന്താ ശരിയാവാത്തെ? ദേ, നീയും അവളും തമ്മിലുള്ള പിണക്കത്തിന്റെ കാര്യമൊന്നും ഇനി ഇവിടെ ശബ്ദിച്ചു പോകരുത്. നീ ചെന്ന് വിളിക്കാൻ കാത്തിരിക്കായിരിക്കും അവള്. ചെല്ലു മോനെ, വേഗം അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വാ. അതിനിപ്പോ ഹോസ്പിറ്റലിൽ തന്നെ പോയി കൺഫേം ചെയ്യണമെന്നുണ്ടോ മമ്മി? വേണം. കാര്യം നീ വലിയ ഡോക്ടറൊക്കെ ആയിരിക്കും, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാ മതി. ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാ. ആ സന്തോഷം അവൾ അറിയുമ്പോ നീയും അവൾക്കൊപ്പം ഉണ്ടാകണമെന്ന് മാളു ആഗ്രഹിക്കുന്നുണ്ടാവും. അതുമാത്രല്ല, രണ്ടുപേരും കൂടി ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വാടാ. രണ്ടിന്റെ ഈ നശിച്ച പിണക്കൊക്കെ ഒന്ന് മാറട്ടെ. ചെല്ലടാ, ചെല്ല്. എന്നാ ഞാൻ പോയിട്ട് വരാം മമ്മി. അപ്പോ മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇപ്പൊ ഈ സർജറിക്ക് ഇങ്ങനൊരു ആവശ്യം വരുന്നില്ല. പക്ഷെ എന്നാലും മുന്നോട്ടുള്ള ഘട്ടത്തിൽ ഒരു രക്ഷിതാവിന്റെ കൺസെന്റ് ഇല്ലാതെ തനിക്ക് സർജറി കംപ്ലീറ്റ് ചെയ്യാനാവില്ല. അമ്മയുടെ കൺസെന്റ് ഓൾറെഡി ഉണ്ട് ഡോക്ടർ. അത് ലീഗലി പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. പക്ഷേ അവരാരെയും ഞാൻ ഒപ്പം കൂട്ടുന്നില്ലെന്നേ ഉള്ളൂ ഡോക്ടർ. അപ്പുവിന്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് അമ്മ ഫുൾ ടൈം അടുത്തുണ്ടാവണമല്ലോ. അതുകൊണ്ട് ഞാൻ കൂടെ വന്നത്. ഇറ്റ്സ് ഓക്കെ, അതെനിക്ക് മനസ്സിലാകും. പക്ഷേ നിങ്ങൾ കൂടെ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അപ്പു ഇപ്പൊ നിങ്ങൾക്കൊപ്പം താമസിക്കുന്നുണ്ടോ ഇതുപോലൊരു മേജർ സർജറിക്ക് ദക്ഷയെ പോലൊരാളുടെ കൺസെന്റ് എത്രമാത്രം വാലിഡ് ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഡോക്ടർ, ഇതിനു മുൻപും സെക്സ് റീഅസൈൻമെന്റ് സർജറിക്ക് ഞാൻ കൺസെന്റ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഓഫ് കോഴ്സ്, എനിക്കതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അപ്പുവിന്റെ സാഹചര്യം വ്യത്യസ്തമാണ്. അപ്പുവിന്റെ അമ്മ ഓൾറെഡി ഇങ്ങനെ ഒരു സർജറിക്ക് സമ്മതിച്ചതാണല്ലോ. അമ്മയ്ക്ക് ഇപ്പോഴും അതിൽ സമ്മതക്കുറവൊന്നുമില്ല ഡോക്ടർ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മയ്ക്ക് ഒപ്പം നിൽക്കാനാവില്ല. മാത്രമല്ല, എനിക്കിപ്പോൾ അതിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് ദക്ഷയുടെ സഹായം ഞാൻ ആവശ്യപ്പെട്ടത്. ഓക്കെ, ദാറ്റ്സ് യുവർ ചോയ്സ്. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കൂടെ ഉണ്ടാവണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ കൺസേൺ. ബാക്കി ടെസ്റ്റ് റിസൾട്ടൊക്കെ ഓക്കെയാണ്.
ഇനിയിപ്പോ ഇക്കാര്യത്തിൽ അപ്പുവിന്റെ തീരുമാനം എന്താണെന്നറിഞ്ഞാ സർജറി നമുക്ക് കമ്മിങ് സാറ്റർഡേ തന്നെ നടത്താം. അപ്പൊ എന്നാ ഡോക്ടർ അഡ്മിറ്റ് ആവേണ്ടത്? നാളെ തന്നെ അഡ്മിറ്റ് ആയിക്കോളൂ, അധികം വൈകണ്ട. സർജറിക്ക് മുൻപ് ചില ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കഴിവതും ഇനി അങ്ങോട്ട് യാത്രകൾ ഒഴിവാക്കുന്നതാവും നല്ലത്. എങ്കിൽ ഞങ്ങൾ പോയിട്ട് നാളെ വരാം ഡോക്ടർ. ആയിക്കോട്ടെ. ആ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഹെൽപ്പ് വേണമെങ്കിലോ റിസപ്ഷനിൽ അന്വേഷിച്ചാൽ മതി. താങ്ക് യു ഡോക്ടർ. ശരി ഡോക്ടർ. ആ അപ്പു, ഒരു മിനിറ്റ്. അപ്പു സംസാരിക്കൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്താ ഡോക്ടർ? ഞാൻ ചോദിക്കുന്നതുകൊണ്ട് വേറൊന്നും തോന്നരുത്. ഇപ്പോ ഫിസിക്കലി അപ്പു ഓക്കെയാണ്. വേണമെങ്കിൽ സർജറി നമുക്ക് കുറച്ച് ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മ കൂടി ഒന്ന് ഫ്രീ ആയിട്ട് പോരെ? അങ്ങനെയെങ്കിൽ മറ്റൊരാളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഇറ്റ്സ് സ്ട്രിക്ട്ലി പേഴ്സണൽ. തീരുമാനം അപ്പുവിന് വിടുന്നു. അത് പറ്റില്ല ഡോക്ടർ. ഇപ്പൊ ഞാനും അമ്മയും അങ്ങനെ ഒരു സിറ്റുവേഷനിലാ. ഞാൻ ഡോക്ടറോട് അത് ബ്രീഫ് ചെയ്തിരുന്നില്ല. യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എങ്കിൽ പിന്നെ അപ്പുവിന്റെ ഇഷ്ടം. എന്തായാലും നാളെ വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ, OP-യിലായിരിക്കും. ഡോക്ടർ OP-യില് കുഴപ്പമില്ല, ചെല്ലാൻ പറഞ്ഞു. വാ. അപ്പോ നീ എന്തെവിടെ? ഞാൻ ഡോക്ടർ സ്റ്റെല്ലെ കാണാൻ വേണ്ടി വന്നതാ. സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തല്ലോ, അപ്പോ നാളെ അഡ്മിറ്റ് ആവാന്നാ വിചാരിച്ചിരിക്കുന്നത്. എന്താ ഡോക്ടർ സാറേ അറിയാത്ത മട്ടി നിൽക്കുന്നത്? ഏയ്, നിങ്ങൾ സംസാരിക്കല്ലേ. എന്നാ സർജറി അപ്പോ? സാറ്റർഡേ ഫിക്സ് ചെയ്തിരിക്കുന്നത്. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അന്ന് തന്നെ നടത്താന്നാ ഡോക്ടർ പറയുന്നത്. ഓ, അല്ല, ഡോക്ടർ ഇവിടെ വന്നത് മനസ്സിലാക്കാം. എന്താ ഭാര്യയും കൂട്ടി വന്ന്? എന്താടി? ഇന്ന് ഞാനൊന്ന് വോമിറ്റ് ചെയ്തു. അപ്പോ വിശേഷം വല്ലതും ഉണ്ടോന്ന് അറിയാൻ. ഡോക്ടറെ ചെലവുണ്ട് കേട്ടോ. അപ്പൊ പോവാൻ ഇറങ്ങിയതാണോ? ആ, പോവാൻ ഇറങ്ങിയതാണ്. പക്ഷെ ഇനിയിപ്പൊ ഇതും കൂടി അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. രണ്ടുപേരും പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. വാ മോളോ. ആരാ? അപ്പുവിന്റെ പരിചയത്തിലുള്ള കുട്ടിയാ? പരിചയം മാത്രമല്ല ചേച്ചി, ഞങ്ങള് ഒരു മനസ്സ് രണ്ട് ശരീരമായിട്ട് ജീവിച്ചവരാ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവള്. കൺഗ്രാറ്റ്സ് ഡോക്ടർ. ജോബിന്റെ ഗസ് തെറ്റില്ല. ശ്രീമതി കൺസീവ്ഡാ. പ്രിലിമിനറി ടെസ്റ്റ് പോസിറ്റീവാണ്. എന്നാലും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ലാബ് ടെസ്റ്റ് കൂടി എഴുതിയേക്കാം. എന്താ? ആ, ഇരിക്കും മാളവിക. ഇനിയിപ്പോ എന്തൊക്കെയാ വേണ്ടതെന്ന് ഞാനൊരു ബ്രീഫിംഗ് നടത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാൻ ജോബിനുണ്ടല്ലോ കൂടെ. ഇനി റൂട്ടീൻ ചെക്കപ്പിന് മാത്രം വന്നാൽ മതിയാകും. ആ, മാളവികയ്ക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. ബിഗിനിങ് സ്റ്റേജ് പോലെ അല്ല കേട്ടോ ഇനി അങ്ങോട്ട് പോകുമ്പോ. ഷുഡ് ബി വെരി കെയർഫുൾ. എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നുന്നെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് എടുക്കണം. 1 മാസം കൂടി കഴിഞ്ഞിട്ട് ഞാനൊരു ഡയറ്റ് ചാർട്ട് തരാം. ശരി ഡോക്ടർ. തൽക്കാലം ഞാൻ വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രമേ എഴുതുന്നുള്ളൂ. പെയിനോ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. വീട്ടിലൊരു ഡോക്ടർ ഉള്ളപ്പോ പ്രത്യേകിച്ചൊരു മുൻകരുതലിന്റെ ആവശ്യമില്ലല്ലോ. ആ, പിന്നെ പേഴ്സണലായി 2 ആളോട് എനിക്ക് പറയാനുള്ളത്, ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നതിലപ്പുറം
ഒരു അച്ഛനും അമ്മയും കൂടി ജനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സോ ആ യാഥാർത്ഥ്യം കൂടി രണ്ടുപേരും മനസ്സിലാക്കണം. അതിനുവേണ്ടി മാനസികമായി തയ്യാറാവുകയും വേണം. ദാറ്റ് മീൻസ് നിങ്ങളുടെ മധുവിധ കാലം അവസാനിച്ചു എന്നൊന്നും അല്ല കേട്ടോ. ഭാര്യാഭർത്തൃ ജീവിതം എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഒരു നല്ല അച്ഛനും അമ്മയും ആവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. ലോകത്തിലെ ഏറ്റവും ആർട്ടിസ്റ്റിക്കും എന്നാൽ ഏറ്റവും ക്ഷമ വേണ്ടതുമായ ഒരു കലയാണ് പാരന്റിംഗ് എന്നുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ഡോക്ടർക്കും മാളവികയ്ക്കും ആ കലയിൽ വിജയം നേടാൻ കഴിയട്ടെ. താങ്ക് യു ഡോക്ടർ. ദാറ്റ്സ് ഓൾ. ജോബിൻ, മാളവികയെ ലാബിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. റിസൾട്ട് കൊണ്ടുവരണമെന്നില്ല, എനിക്കൊന്ന് ഫോർവേഡ് ചെയ്തിരുന്നാൽ മതി. ദാ. ശരി ഡോക്ടർ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. യാ, വൺസ് അഗെയിൻ രണ്ടുപേർക്ക് എൻ്റെ കൺഗ്രാറ്റ്സ് ആൻഡ് വിഷസ്. താങ്ക് യു ഡോക്ടർ. ആ ജോബിൻ, കുറച്ചു മുമ്പ് ആ കുട്ടി ഇവിടെ വന്നിരുന്നു. അന്ന് ജോബിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അപ്പു. ആ, അപ്പുനെ ഞങ്ങൾ പുറത്ത് വെച്ച് കണ്ടിരുന്നു. സർജറി ഫിക്സ് ചെയ്തു അല്ലേ? യെസ്, സർജറിയൊക്കെ ഫിക്സ് ചെയ്തു. ബട്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഡോക്ടർ. എന്തു പറ്റി ഡോക്ടർ? ഫിസിക്കലി എന്തെങ്കിലും? നോ, ഫിസിക്കലി ഷീസ് ഓൾ റൈറ്റ്. ഞാൻ ഉദ്ദേശിച്ചത് ആ കുട്ടിയുടെ മറ്റ് ചുറ്റുപാടുകളെ കുറിച്ചാണ്. ഒരാഴ്ച മുൻപും അപ്പു ഇവിടെ വന്നിരുന്നു. വളരെ വിചിത്രമായൊരു ആവശ്യമായിരുന്നു അന്ന് അപ്പു എന്റെ മുന്നിൽ വെച്ചത്. എന്താ ഡോക്ടർ? ആരും കൂടെ ഇല്ലാതെ എന്റെ സർജറി നടത്തി തരാമോ എന്നാ ആ കുട്ടി എന്നോട് ചോദിച്ചത്. അപ്പുവിന്റെ നേച്ചർ കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനാദ്യം അതൊരു തമാശയായിട്ടാണ് എടുത്തത്. ബട്ട് ഷീ വാസ് സീരിയസ്. പിന്നീട് അതിന്റെ റിസ്ക് ഫാക്ടർ മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. റെസ്പോൺസിബിളായ ഒരാൾ കൂടെയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാവും ലോക്കൽ ഗാർഡിയനായിട്ട് ഇന്ന് അതേ കമ്മ്യൂണിറ്റിയിലുള്ളൊരു സ്ത്രീയുമായിട്ടാണ് അപ്പു വന്നത്. ഐ തിങ്ക് വീട്ടുകാരുമായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അതിന്. അപ്പോ ഇപ്പോ ഞാനുമായിട്ട് അധികം കോണ്ടാക്ട് ഇല്ല. ഞാനുമായിട്ട് മാത്രമല്ല, അടുപ്പമുള്ള എല്ലാരിൽ നിന്നും ബോധപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുക. ഡോക്ടറെ കാണുന്ന തിരക്കിൽ എനിക്ക് അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അപ്പുവിനോട് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. നോ, ഇപ്പൊ നിങ്ങൾ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അങ്ങനെ വന്നാ ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് അപ്പുവിന് മനസ്സിലാകും. അപ്പു നാളെ ഇവിടെ അഡ്മിറ്റ് ആവുന്നുണ്ട്. സോ ജോബിന് എപ്പോ വേണമെങ്കിലും അപ്പുവിനെ കണ്ട് സംസാരിക്കാലോ. ശരി, എങ്കിലതാവും നല്ലത്. വീട്ടുകാരുമായുള്ള ഇഷ്യൂസ് പാച്ചപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പുവിന്റെ ഫർദർ ട്രീറ്റ്മെന്റിനും തുടർന്നുള്ള സർജറിക്കും അത് ഗുണകരമായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ ശ്രമിക്കാം ഡോക്ടർ. ഓക്കെ, ദെൻ സീ യു. ഓക്കെ ഡോക്ടർ, പോ. ഇല്ല, ഞങ്ങൾ ഹോസ്പിറ്റലില്ല. ഇല്ലില്ല, ഇവിടുന്ന് ഉടനെ ഇറങ്ങും. ഇന്ന് അഡ്മിറ്റ് ആവുന്നില്ല, നാളത്തേക്ക് മതിയോ അഗ്നി? ആണോ? ഇപ്പോഴോ? നീ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വേവലാതിപ്പെടണ്ട. ഏതായാലും ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് വരും. ശരി, ടെൻഷൻ ആവണ്ട. അപ്പോൾ നമുക്ക് പോയാലോ? ഹെൽത്ത് സെക്രട്ടറിയുടെ അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ട്. ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞ അഗ്നി തിരക്ക് കൂട്ടുകയാ. എന്നാ പിന്നെ ചേച്ചി ചെല്ല, ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം. എന്ന് ഞാൻ പൊയ്ക്കോട്ടെ? വീട്ടിലെ താക്കോലേ പുറത്ത് ബോക്സിലുണ്ടാവും. ശരി. എന്തായി പെണ്ണെ, പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടോ? പറ, എന്താ? യെസ്, കാരിങ് ആന്ന് പറഞ്ഞു. വാവ്, അടിപൊളി. നീ പൊളിച്ചു മോളെ.
കൺഗ്രാറ്റ്സ് മൈ ഡിയർ. ഡോക്ടറെ, താങ്ക് യു. ഇവനെ എന്റെയും കൂടി ചെറുക്കനാണേ, പറഞ്ഞേക്കാം.